വെൽക്കം ബാക്ക് ടു നോളജ് വിത്ത് AR. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom 5th സെമസ്റ്ററിലെ കോർപ്പറേഷൻ തിയറി ആൻഡ് പ്രാക്ടീസിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീനിങ് ഓഫ് കോർപ്പറേഷൻ, ഡെഫിനിഷൻ ഓഫ് കോർപ്പറേഷൻ, ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷൻ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് കോഓപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. ദ വേർഡ് കോഓപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോപ്പറാരി. ഇറ്റ് മീൻസ് വർക്കിംഗ് ടുഗദർ. ലാറ്റിൻ വേർഡായ കോപ്പറാരിയിൽ നിന്നും ഡിറൈവ് ചെയ്ത ഒരു വാക്കാണ് കോഓപ്പറേഷൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് കോഓപ്പറേഷൻ അതല്ലെങ്കിൽ സഹകരണം എന്ന് പറയുന്നത്. കോഓപ്പറേഷൻസ് മീൻസ് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ടു അച്ചീവ് എ കോമൺ ഗോൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ ഹെൽപ്പ്, trust and unity. It can happen between individuals, groups, communities or even nations. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പര സഹായത്തോടു കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും പരസ്പരം സഹായിക്കുന്നതിനുമാണ് സഹകരണം അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താണ് കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. കോർപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ടു അച്ചീവ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് കോർപ്പറേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കോർപ്പറേഷൻ്റെ ഡെഫിനിഷൻ. കുറേ ഡെഫിനിഷൻസ് ഉണ്ടെങ്കിലും അതിലേതെങ്കിലും ഒന്ന് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമുക്ക് ICA ഡിഫൈൻ ചെയ്ത ഡെഫിനിഷൻ ഏതാണെന്ന് നോക്കാം. അത് പഠിക്കാം. അക്കോർഡിംഗ് ടു ICA, ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ഡിഫൈൻസ് കോർപ്പറേഷൻ ആസ് corporation is an autonomous association of persons united voluntarily to meet their common economic, social and cultural needs and aspirations through a jointly owned and democratically controlled enterprise. അതായത് കോർപ്പറേഷൻ ഒരു ഓട്ടോണമസ് അസോസിയേഷനാണ്. ആളുകൾ അവരുടെ സാമൂഹികപരമായിട്ടുള്ളതും സാംസ്കാരികപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ള കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒന്നിച്ചു ചേർന്ന് നിർമ്മിച്ച ഒരു ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രൈസാണ് കോർപ്പറേഷൻ എന്നാണ് ICA ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേഷൻ. ഇതിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ, ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ. നെക്സ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ്. അതായത് മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എൻ്റർപ്രൈസാണ് കോർപ്പറേഷൻ. നെക്സ്റ്റ് പോയിൻ്റ് വരുന്നത് ഇറ്റ് ഈസ് എ വോളണ്ടറി ഓർഗനൈസേഷൻ. വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെ പ്രഷറോ കാര്യങ്ങളോ ഇല്ലാതെ സ്വമേധയാ ജോയിൻ ചെയ്യുന്ന ഒരു സൊസൈറ്റി. ഇതിൽ നിന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, സൊസൈറ്റിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യാം. ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ. ഒരാളുടെയും നിർബന്ധമില്ലാതെ സ്വമേധയാ ജോയിൻ ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് കോർപ്പറേഷൻ. നെക്സ്റ്റ് പോയിൻ്റാണ് സർവീസ് ഒബ്ജക്റ്റീവ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു സെർവ് ഇറ്റ്സ് മെമ്പേഴ്സ് റാദർ ദാൻ ആൻഡ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതിനേക്കാളും മെമ്പേഴ്സിന് വേണ്ട സർവീസ് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് കോർപ്പറേഷൻ്റെ ഒരു ഫീച്ചർ വരുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ. അതായത് വൺ മാൻ വൺ വോട്ട് എന്ന രീതിക്കാണ് കോർപ്പറേഷൻ നീങ്ങുന്നത്. ഇവിടെ ആർക്കും മുൻഗണനയോ പ്രത്യേക പരിഗണനയോ നൽകുന്നില്ല. എല്ലാവരും ഈക്വൽ ആയിരിക്കും നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. നെക്സ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് എ സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്. അതായത് സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് കോർപ്പറേഷൻ. നെക്സ്റ്റ് പോയിൻ്റാണ് ദ ബേസിസ് ഇസ് ഇക്വാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു വൺ മാൻ വൺ വോട്ടിന്. അതേപോലെ തന്നെ ഇവിടെ ക്യാപിറ്റലിസ്റ്റിക് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ഈക്വൽ ആയിരിക്കും. ആർക്കും ഒരു മുൻഗണനയോ പരിഗണനയോ ഇവിടെ കൊടുക്കുന്നില്ല. നെക്സ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെൻറ്റ്. അതായത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് കോർപ്പറേഷൻ. എല്ലാ രാജ്യങ്ങളിലും അപ്ലൈ ചെയ്യുന്ന ഒരു അസോസിയേഷൻ, എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു അസോസിയേഷനാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് വിത്ത് ദ നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. അതായത് ഇവിടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചോ അല്ലെങ്കിൽ കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചോ ഒന്നും വേർതിരിവോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഈക്വലാണ്
നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഇത്രയും പോയിൻറ്റ്സാണ് ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേഷനിൽ വരുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കോഓപ്പറേഷനാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് വരുന്നതാണ് എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. മിഡിൽ മാൻ ആരാണെന്ന് നമുക്കറിയാം. പ്രൊഡ്യൂസറായ ഫാമേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും എൻഡ് കസ്റ്റമേഴ്സിൻ്റെയും ഇടയിൽ വരുന്ന ആളുകളാണ് മിഡിൽ മാൻ. അതായത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, സപ്ലയേഴ്സ്, ഇവരെല്ലാവരും മിഡിൽ മാൻ്റെ കാറ്റഗറിയിലാണ് പെടുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമർ കോപ്പറേറ്റീവ് സൊസൈറ്റി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്തു. ഇതിലൂടെ നമ്മുടെ ഫാമേഴ്സിന് മിഡിൽ മാൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റ് വരുന്നതാണ് റൈസിങ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ പുവർ. ഈ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേഷൻ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും. എങ്ങനെ? ഇവിടെ എന്താ പറയുക, നമ്മൾ പറഞ്ഞല്ലോ ക്യാപിറ്റലിസ്റ്റിക് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാന്ന്. എല്ലാവർക്കും ഈക്വൽ റൈറ്റും ഈക്വൽ ഷെയറും ഈക്വൽ പ്രോഫിറ്റും കാര്യങ്ങളും എല്ലാം കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവിടെ ചേഞ്ച് ആവും. നെക്സ്റ്റ് പോയിൻ്റാണ് റിമൂവൽ ഓഫ് ദ ഇൽസ് ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തം ഇല്ലാതാക്കുക ചുരുക്കി പറഞ്ഞാൽ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഇൻഇക്വാലിറ്റീസും എക്സ്പ്ലോയിറ്റേഷനും ഒന്നും തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാകില്ല. നെക്സ്റ്റ് പോയിൻ്റാണ് റൈസിങ് മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ മെമ്പേഴ്സിനൊരു ധാർമ്മിക ഉത്തരവാദിത്തം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറയുന്നത് വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തിക്കൊണ്ടായിരിക്കും നടക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഇൻക്രീസിങ് ദ പ്രോസ്പെരിറ്റി ഓഫ് ദ ഹോൾ കമ്മ്യൂണിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ വെൽഫെയറിനല്ലാതെ എല്ലാ മെമ്പേഴ്സിൻ്റെയും വെൽത്തിനായാണ് പ്രവർത്തിക്കുന്നത്. ഒരു പേഴ്സണ് മാത്രം മുൻഗണന കൊടുക്കാതെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെ വെൽഫെയറിനും വെൽത്തിനും വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് അബോളിഷൻ ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്. അതായത് ഹൈ ക്ലാസ്, ലോ ക്ലാസ് എന്നുള്ള ഡിവിഷൻസ് ഒന്നുമില്ലാതെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. രാഷ്ട്രീയപരമായോ മതപരമായോ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കില്ല. മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അവിടുത്തെ ഒപ്പീനിയൻസും ഡിസിഷൻസും ഒക്കെ മെമ്പേഴ്സിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചായിരിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. കോഓപ്പറേഷൻ എയിം അറ്റ് പ്രൊവൈഡിങ് എ കോർപ്പറേറ്റ് ലൈഫ് ടു ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലെ വീക്കർ സെക്ഷൻസിന് ഒരു കോർപ്പറേറ്റ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുക എന്ന എയിമോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത്രയുമാണ് കോഓപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് കോഓപ്പറേഷനാണ്. ബെനിഫിറ്റ്സ് 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: എക്കണോമിക്, സോഷ്യൽ, എഡ്യൂക്കേഷണൽ ആൻഡ് എത്തിക്കൽ. ഇവ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എക്കണോമിക് നോക്കാം. എക്കണോമിക് ബെനിഫിറ്റിൽ വരുന്ന പോയിൻറ്റ്സ് ആണ്: മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, എ ബ്രേക്കപ്പ് ഓഫ് മൊണോപ്പൊളിറ്റിക് ടെൻഡൻസീസ്, increasing purchasing power and real wages of individuals, elimination of unnecessary middleman, improvement in employer-employee relationship, cheap marketing, processing of farm product at reasonable price. നെക്സ്റ്റ് പോയിൻ്റാണ് സോഷ്യൽ ബെനിഫിറ്റ്സ്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ, ടു ഇവോൾവ് ആൻ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എമംഗ് ഓൾ, ടു പ്രിവെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ്, ടു പ്രിസർവ് എ സ്ട്രോങ് ഫ്രണ്ട്ലി ഓർ ഫാമിലി സ്പിരിറ്റ്, you need education in democracy and responsibility and tolerance. ഇത്രയാണ് സോഷ്യൽ ബെനിഫിറ്റ്സിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ആണ്. എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സിലെ ഫസ്റ്റ് പോയിൻ്റാണ് ദി ഇൻഡിവിജ്വൽ ലേൺ ബൈ എക്സ്പീരിയൻസ് ഗെയിൻഡ് ഇൻ പ്രാക്ടിക്കൽ വർക്ക് ഓഫ് കോപ്പറേഷൻ. നെക്സ്റ്റ് പോയിൻ്റാണ് കോപ്പറേഷൻ ഓൾസോ സ്പോൺസേഴ്സ് എഡ്യൂക്കേഷൻ. എങ്ങനെ? There are many cooperative schools and colleges formed to provide affordable education and also employment to educated unemployed youths. നെക്സ്റ്റ് പോയിൻ്റാണ് ടു ട്രെയിൻ ദ പീപ്പിൾ ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ ഓർഗനൈസിങ്. നെക്സ്റ്റ് ബെനിഫിറ്റാണ് എത്തിക്കൽ ഓർ മോറൽ ബെനിഫിറ്റ്സ്. എത്തിക്കൽ ബെനിഫിറ്റ്സിലെ ഫസ്റ്റ് പോയിൻ്റാണ് ദ പോളിസി ഓഫ് ഹോണസ്റ്റി ഈസ് നെസസിറ്റി ഇൻ കോപ്പറേഷൻ. നെക്സ്റ്റ് പോയിൻ്റ് കോപ്പറേഷൻ റിട്ടേൺസ് മണി വാല്യൂ ഫോർ ഹോണസ്റ്റി ആൻഡ് അതർ വേർച്യൂസ്. നെക്സ്റ്റ് പോയിൻ്റ് വരുന്നത് ദ മോട്ടോ ഓഫ് കോപ്പറേഷൻ ഈസ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്.
നെക്സ്റ്റ് പോയിന്റ് വരുന്നത് കോപ്പറേഷൻ എയിം അറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഹ്യൂമൻ ബീയിങ്സ്. ഇത്രയുമാണ് നമ്മുടെ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ വരുന്നത്. കോപ്പറേഷൻ തിയറി ആൻഡ് പ്രാക്ടീസിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കോപ്പറേഷൻ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്. എക്സാമിൽ എന്തായാലും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവരും ഇത് പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.